സതീഷ് കുമാർ എന്നാണ്. നമ്മളിപ്പോൾ 10-15 വർഷമായിട്ട് കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വൈക്കോലും സെൽഫ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി നമ്മളൊരു 10-15 കിലോ ഉൽപ്പാദനമുണ്ട്. ഡെയിലി നമ്മൾ അറസ്റ്റ് ചെയ്ത് പോകും. നമ്മളൊരു കൂൺ ഷോപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട്. അപ്പോൾ അവിടെയും കൂണ് സപ്ലൈ ഉണ്ട്. കൂടാതെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പം ഡെയിലി ഇപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ ഡെയിലി പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വൈക്കോലാണെങ്കിലേ അധികം പുതിയതല്ലാത്ത വൈക്കോല് കുറച്ച് വാങ്ങി വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഒഴിവാക്കി 10 മണിക്കൂർ മാക്സിമം മിനിമം ഒരു 6 മണിക്കൂർ 6 to 10 മണിക്കൂർ അത് കെട്ടി ഇങ്ങനെ വെക്കും. കെട്ടിയിട്ട് അത് നേരെ അതിലേക്ക് ടൈം ഒരു 10 മണിക്കൂർ മിനിമം. സാധാരണ കുറ്റീനെ അതായത് മോഡല് അതിന്റെ വലിയ രൂപം. നമുക്ക് ഇതിൽ 20 കിലോ വൈക്കോല് സ്റ്റീം ചെയ്യാം. നമ്മൾ വൈക്കോല് കുതിർത്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ ഇതിൽ കെട്ടും തുണിയിൽ. അത് നേരിട്ട് ഇതിലിട്ട് ഇവിടെ ഗില്ലുണ്ട്. അപ്പൊ അതിലിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് ടോപ്പ് ചെയ്യും. ഇത്തിരി വെള്ളം വെക്കും, വെള്ളം കത്തിക്കും. അപ്പം നമുക്ക് വിറകുള്ളതുകൊണ്ട് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ആവി കയറി മേലെത്തി പുറത്ത് ചാടിയാൽ 1/2 മണിക്കൂർ നേരം കത്തിക്കും നല്ലോണം. അത് സ്റ്റീമായി. അപ്പോൾ 2 മണിക്കൂർ മാക്സിമം. അപ്പോൾ പിറ്റേന്ന് നമ്മൾ എടുക്കുന്നു. ശരിക്കും അത് അപ്പത്തിന് എടുക്കാം, പക്ഷെ ചൂട് ഓവറുള്ളതുകൊണ്ട് പിറ്റേന്ന് എടുക്കും. ഇന്നലെ രാത്രി സ്റ്റീം ചെയ്താൽ അപ്പോൾ ചെറിയ ചൂടുണ്ടാവും. 50,000 രൂപയാണ് ഒന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മൾ അലൂമിനി 20 ഇഞ്ചിന്റെ വട്ടയാണ് സാധാ. ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, ഇതിങ്ങനെ എടുക്കാം. അപ്പൊ ഇതിന്റെ ഷീറ്റ് എല്ലാം കൂടി ചെയ്ത് 5-6,000 രൂപയോ കറക്റ്റിംഗ് അല്ല 6. പിന്നെ അതേപോലെ അലൂമിനിയം വട്ട 2,000 രൂപ. വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഗ്രില്ല്, ഇരുമ്പിന്റെ ഗ്രില്ല ഉള്ളിൽ. അത് സ്റ്റീൽ റസ്റ്റ് പിടിക്കില്ല. അലൂമിനിയം ആകുമ്പം ഒന്നും ആകുന്നില്ല. അത് നമ്മളെ സാധാരണ ബേരലൊക്കെ ചെയ്യുന്ന പണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണാം. 10 വർഷം മുമ്പ് നമ്മൾ ബേരലിലും മറ്റേ പാത്രങ്ങളിലും ഒക്കെ അമർത്തിട്ട് കളിക്കുക. ഇത് ചെയ്യുമ്പോൾ എന്തറിയോ 20 ബെഡ് ഇതിലങ്ങ് കറക്റ്റ് ഒറ്റയടിക്ക് സ്റ്റീം ചെയ്യും. വാഴത്തണ്ടല്ല, നമ്മള് തുടങ്ങിയത് 2003 കുമരകം കേരളീന്ന് പഠിച്ച. ഫലവ് കുറച്ച് ചെയ്യാം. വാഴന്റെ എന്തും അവശിഷ്ടങ്ങൾ മൊത്തം ഇല ഒഴിവാക്കി വാഴ ഉണങ്ങിയ എല്ലാം ഒഴിവാക്കാം. ഇല എത്ര ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സ്റ്റമ്മില്ലേ അതെല്ലാം ഉണങ്ങിയത് ഇതിനെക്കാട്ടും ഈൽഡ് കിട്ടും. പുതിയതായി വിളഞ്ഞ കൂണുകൾക്ക് പുറമെ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി സംരക്ഷിച്ച കൂണുകളും വിപണിയിലെത്തിക്കുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ പോഷക ഭക്ഷണത്തിന് അനുയോജ്യമായ കുന്നൻകായ ഉണക്കിയതും അദ്ദേഹം തയ്യാറാക്കുന്നു. ഫ്രഷ് കൂണുകൾക്ക് 100 ഗ്രാം 50 രൂപ നിരക്കിലും ഉണക്കിയ കൂൺ 15 ഗ്രാം 80 രൂപ നിരക്കിലുമാണ് വിപണിയിലെത്തിക്കുന്നത്.